സ്വാമിയെ ശരണമയ്യപ്പ. ഈ വെടികൾക്കിടയിൽ കണ്ണു തള്ളിക്കുന്ന ഒരു വാർത്തയാണ് ഡൽഹിയിൽ നിന്നും വരുന്നത്. ഭക്തർ കാണിക്കയായി സമർപ്പിച്ച സ്വർണം മുക്കിയ പാളികൾ തട്ടിയെടുക്കാൻ ശ്രമിച്ച കേസിൽ രക്ഷ തേടി സുപ്രീം കോടതിയിലെത്തിയ മുൻ ദേവസ്വം ബോർഡ് അംഗം KP ശങ്കരദാസിന് കിട്ടിയത് 8ന്റെ പണിയല്ല 800ന്റെ പണിയാണ്. നിങ്ങൾ ദൈവത്തെ പോലും വെറുതെ വിട്ടില്ലല്ലോ എന്ന് സുപ്രീം കോടതി ചോദിക്കുമ്പോൾ അത് കേവലം ഒരു ചോദ്യമല്ല, ഭക്തരുടെ നെഞ്ചിൽ തറയ്ക്കുന്ന സത്യമാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഇനി കളി മാറും. ആരാണ് ഇതിന് പിന്നിലെ യഥാർത്ഥ സൂത്രധാരൻ? ശങ്കർദാസിനെ കാത്തിരിക്കുന്നത് അറസ്റ്റ് തന്നെയാണോ? നമുക്ക് പരിശോധിക്കാം. എന്തായിരുന്നു യഥാർത്ഥത്തിൽ നടന്നത്? ശബരിമലയിലെ സ്വർണ്ണപ്പാടുകൾ പുനർനിർമ്മാണത്തിനായി ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നയാളുടെ കൈവശം കൊടുത്തുവിടാൻ തീരുമാനിച്ച പഴയ ബോർഡ് മീറ്റിംഗ് ഉണ്ടല്ലോ, അവിടെ നിന്നാണ് കഥ തുടങ്ങുന്നത്. ആ തീരുമാനത്തിൽ ഒപ്പിട്ട കൈകളിലൊന്നായിരുന്നു KP ശങ്കർദാസിൻ്റേത്. ബോർഡ് തീരുമാനങ്ങളിൽ നേരിട്ട് പങ്കാളികളായ ഒരാൾക്ക് ഇപ്പോൾ ഞാൻ നിരപരാധിയാണ്, എനിക്ക് വയസ്സായി, എന്നെ അറസ്റ്റ് ചെയ്യരുത് എന്ന് പറഞ്ഞ് കോടതിയിൽ വരാൻ എന്ത് അവകാശമാണുള്ളത് എന്നാണ് ജസ്റ്റിസുമാർ ചോദിച്ചത്. ശങ്കർദാസ് സുപ്രീം കോടതിയിൽ പോയത് പ്രധാനമായിട്ടും 2 കാര്യങ്ങൾക്കാണ്. ഒന്ന്, തൻ്റെ ശാരീരിക അവസ്ഥ പരിഗണിച്ച് അറസ്റ്റ് ഒഴിവാക്കണം. 2, ഹൈക്കോടതി തനിക്കെതിരെ നടത്തിയ ചില കടുത്ത പരാമർശങ്ങൾ നീക്കം ചെയ്യണം. എന്നാൽ സുപ്രീം കോടതിയുടെ മറുപടി കേട്ടാൽ ആരും ഒന്ന് ഞെട്ടും. ക്രമക്കേടുകളിൽ ദേവസ്വം ബോർഡ് അംഗങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട് എന്ന് അസന്നിഗ്ധമായി കോടതി വ്യക്തമാക്കി. അതായത്, ഞാൻ അറിഞ്ഞില്ലേ രാമനാരായണ എന്ന സ്ഥിരം നമ്പർ ഇനി ഇവിടെ ചെലവാകില്ലെന്ന് ചുരുക്കം. ഇവിടെയാണ് ഹൈക്കോടതിയുടെ പഴയൊരു ചോദ്യം പ്രസക്തമാകുന്നത്. A. പത്മകുമാറിനെയും N. വിജയകുമാറിനെയും പിടിച്ച പ്രത്യേക അന്വേഷണ സംഘം എന്തുകൊണ്ടാണ് ശങ്കർദാസിനെ മാത്രം തൊടാതിരുന്നത്? അദ്ദേഹത്തെ എന്തിനാണ് പ്രതിപ്പട്ടികയിൽ നിന്നും ഒഴിവാക്കിയത്? ഈ ചോദ്യങ്ങൾ ഹൈക്കോടതി ചോദിച്ചപ്പോൾ പണ്ട് പലരും മുഖം തിരിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ സുപ്രീം കോടതി കൂടി കടുത്ത ഭാഷയിൽ പ്രതികരിച്ചതോടെ ആ സഹായ ഹസ്തങ്ങളെല്ലാം വെറുതെ ആവുകയാണ്. ഇടയ്ക്ക് ഒരു കാര്യം കൂടി ഓർക്കണം. പ്രായവും അസുഖവുമാണ് ശങ്കർദാസ് ആയുധമാക്കിയത്. പക്ഷേ സ്വർണത്തിന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ പ്രായം ഒരു തടസ്സമായിരുന്നില്ലല്ലോ എന്ന് സോഷ്യൽ മീഡിയ ചോദിച്ചാൽ അതിനെ കുറ്റം പറയാൻ പറ്റുമോ? പാവം ഭക്തർ വിയർപ്പൊഴുക്കി നൽകുന്ന പണവും സ്വർണവും കൈകാര്യം ചെയ്യുമ്പോൾ ഉണ്ടായിരുന്ന ആ ഉഷാറ് കോടതിയിലെത്തിയപ്പോൾ എവിടെ പോയി? നിലവിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം മുറുകുകയാണ്. SIT തങ്ങളുടെ 4ാമത്തെ ഇടക്കാല റിപ്പോർട്ട് ജനുവരി 19 സമർപ്പിക്കാനിരിക്കുകയുമാണ്. അന്വേഷണം പൂർത്തിയാകാൻ ഹൈക്കോടതി 6 ആഴ്ച കൂടി സമയം നീട്ടി നൽകിയിട്ടുമുണ്ട്. അന്വേഷണ സംഘത്തിൽ കൂടുതൽ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്താൻ SP അനുമതിയും ലഭിച്ചു. ഇതിന്റെ അർത്ഥം ഇനി വരാനിരിക്കുന്നത് നിർണായകമായ ദിവസങ്ങളാണ് എന്നാണ്. ഒരു വശത്ത് ദേവസ്വം ബെഞ്ച് അന്വേഷണത്തിന് തൃപ്തി അറിയിക്കുമ്പോൾ മറുവശത്ത് സിംഗിൾ ബെഞ്ച് അന്വേഷണ സംഘത്തെ തന്നെ സംശയനിഴലിൽ നിർത്തുന്നുമുണ്ട്. രാഷ്ട്രീയമായ സ്വാധീനങ്ങൾ അന്വേഷണത്തെ അട്ടിമറിക്കുന്നുണ്ടോ എന്ന ചോദ്യം ബാക്കിയുമാണ്. എങ്കിലും സുപ്രീം കോടതിയുടെ പുതിയ നിരീക്ഷണങ്ങൾ അന്വേഷണ സംഘത്തിന് മേലുള്ള സമ്മർദ്ദം ഇരട്ടിയാക്കിയിട്ടുണ്ട്. ഇനി ഉരുളാൻ അധികം പഴുതുകളില്ല. ശങ്കർദാസിനോട് ഹൈക്കോടതിയെ തന്നെ സമീപിക്കാൻ സുപ്രീം കോടതി നിർദ്ദേശിച്ചിട്ടുമുണ്ട്. പക്ഷേ അവിടെ പോയാലും ദൈവത്തെ പോലും വെറുതെ വിട്ടില്ല എന്ന സുപ്രീം കോടതിയുടെ ഈ വാചകം അദ്ദേഹത്തെ വേട്ടയാടിക്കൊണ്ടേയിരിക്കും. ശബരിമലയിലെ സ്വർണത്തിൽ കൈവച്ചവർ ആരൊക്കെയായാലും അവർ അഴിക്കുള്ളിലാകുമോ? നിങ്ങൾക്കെന്ത് തോന്നുന്നു?